വെൽക്കം ബാക്ക് ടു മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സ്. മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിഷയാണ്. ഹാപ്പി 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 ന്യൂ ഇയർ ഗൈസ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടെ 2025 കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2024 നമുക്ക് എന്തൊക്കെ വിഷമങ്ങളോ സങ്കടങ്ങളോ നിരാശകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ മറന്നു കളയുക. അതിനകത്ത് നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് നല്ല നല്ല മൊമെന്റ്സ് മാത്രം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരുപാട് സ്നേഹമുള്ള പ്രിയപ്പെട്ട നമ്മുടെ ആളുകളെ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് 2025 കയറിപ്പോകും. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സിന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ കൂട്ടാക്കാൻ മറന്നു പോകരുത്. ഇനി ഓൾറെഡി ഉള്ള മുത്തുമണികളാണെങ്കിൽ എന്ത് ചെയ്യണം? ആസ് യൂഷ്വൽ നിങ്ങൾ ചെയ്യുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നമ്മുടെ ന്യൂ ഇയറിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്സാപ്പ് ഒരു കൂട്ടായ്മ വേണം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇപ്പം ചെയ്യാം, നാളെ ചെയ്യാന്നൊക്കെ വിചാരിച്ച് നമ്മൾ വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി ഒട്ടും നീട്ടുന്നില്ല. 1-ാം തീയതി അല്ലേ, പുതുവർഷപ്പിറവി ആദ്യത്തെ ദിവസം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ ഓൾറെഡി കണക്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ. അപ്പോൾ അങ്ങനത്തെ ആളുകളെ വെച്ച് ആഡ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഗ്രൂപ്പ് ഒന്ന് ബിഗിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എടുത്തു പറയാണ്, ഇത് മിക്സഡ് ഗ്രൂപ്പ് അല്ല, ഇത് ബോയ്സ് ഓൺലി ഗ്രൂപ്പാണ്. വേറെ ഒന്നും കൊണ്ടല്ല, വാട്സപ്പ് ഗ്രൂപ്പുകളാകുമ്പോൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ നമ്പേഴ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിങ്കിൾ ചെയ്തും അല്ലാതെയൊക്കെ ആയിട്ട് മുമ്പോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ വഴക്കുകളോ അതിനൊന്നും പുറകെ നടക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും അത്തരം വഴക്കുകളൊന്നും നമുക്ക് തീരെ ആഗ്രഹമില്ലാത്തത് കൊണ്ടും തന്നെ നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബോയ്സ് മാത്രമുള്ള അല്ലെങ്കിൽ ജെന്റിൽമാൻസ് മാത്രമുള്ള ആണുങ്ങളും മാത്രമുള്ള ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ മഞ്ഞു പോലും ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറയാണ്. അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വാമ്പിയാണ് കേട്ടോ. വാമ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട്, വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വീഡിയോയുടെ താഴെയായിട്ട് വാമ്പി അത് ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് തരും. അത് ത്രൂ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. റിക്വസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കുക, അഡ്മിൻസ് അത് അപ്രൂവ് ചെയ്ത് തരും. അപ്പം ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതുകൊണ്ട് വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മുടെ മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതൊരു ഫാമിലി ലൈവാണ്. ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന ലൈവും ചാനലും വീഡിയോസും ഒക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നതും ഒബ്വിയസ്ലി അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാലോ. അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ചാൽ ഇന്ന ആൾക്ക് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഇതുവരെ ഉണ്ടായിരുന്ന ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. പഴയത് പുതിയത് എന്നൊന്നുമില്ല വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ. പക്ഷേ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മഞ്ഞുപോലൊരു ഫാമിലി എന്നുള്ള ഒരു ചാനലിൻ്റെ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒഫീഷ്യൽ മീൻസ് ഒഫീഷ്യൽ ആയിട്ടുള്ള തിങ്സ് മാത്രം ഹാൻഡിൽ ചെയ്യാന്നുള്ളതല്ല. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്ലി ആയിട്ടുണ്ടാകുന്ന ഒരു കൂട്ടായ്മയാണ്, ഒരു വാട്സാപ്പ് കൂട്ടായ്മ തന്നെയാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ട് നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് മെയിനായിട്ട് മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സ് എന്നുള്ള ചാനലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പങ്കുവയ്ക്കാനും ഉദ്ദേശിക്കുന്ന ഒരു ചാനലാണ്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ള എന്താ പറയുക, പൊളിറ്റിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളോ മതപരമായിട്ടുള്ള കാര്യങ്ങളോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക ആരോഗ്യപരമല്ലാത്ത ഒരു ഡിസ്കഷൻസും ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മളത് എൻ്റർടൈൻ ചെയ്യുന്നില്ല. പിന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്ത് ആരെയും ജോയിൻ ചെയ്യിക്കുന്നില്ല. നിങ്ങൾക്ക് മഞ്ഞുപോലൊരു ഫാമിലി എന്നുള്ള ചാനലിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ മാത്രം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാ ലൈവും വന്ന് പങ്കെടുക്കണം അല്ലെങ്കിൽ എല്ലാ വീഡിയോയും കാണണം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനും നിങ്ങളൊക്കെ തിരക്കുള്ള മനുഷ്യരാണ്. നമ്മുടെ പ്രൈവറ്റ് ലൈഫിലായിക്കോട്ടെ, പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, നമ്മുടെയൊക്കെ ഔദ്യോഗികമായ ജോലി കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇനി ഇതൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവരവരുടേതായ തിരക്കുകളിൽ എല്ലാവരും ഭയങ്കര തിരക്കിട്ട് പോകുന്ന ആൾക്കാരല്ല. എല്ലാവരുടെയും സമയം വളരെ വിലപ്പെട്ടതാണ്. അപ്പം എല്ലാവർക്കും വന്നിട്ട് എന്താ പറയുക, ഫുൾ ടൈം ഒരു ചാനൽ നോക്കിയിരിക്കാനൊന്നും പറ്റില്ല അല്ലേ. അപ്പം പറ്റുന്ന സമയങ്ങളിൽ ഫ്രീ ടൈമുകളിൽ നമ്മുടെ ചാനൽ വന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ, ഐ മീൻ ചാനലിൽ ഒട്ടും ആക്റ്റീവ് ആവാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സിൽ ഇതുവരെ ആക്റ്റീവായിട്ട് നിന്ന ആൾക്കാർ മുമ്പോട്ട് നിങ്ങൾക്ക് ആക്റ്റീവായി നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ആളുകൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ, മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സിൽ ഇതുവരെ നമ്മുടെ ചാനൽ കൂട്ടാക്കാത്തവരാണെങ്കിൽ ഇനി കൂട്ടാക്കി ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും സന്തോഷത്തോടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ഇവിടുത്തെ ടൈം ഔട്ട് മേടിച്ചു പോയ ആൾക്കാരാണെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങൾ നല്ല ഇൻറ്റൻഷനിലാണ് വരുന്നതെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ചാനലിൽ ടൈം ഔട്ട് മേടിച്ച് പോയ ആൾക്കാർ അല്ലെങ്കിൽ ഹൈഡായി പോയ ആൾക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഫാമിലി വ്ളോഗിൽ നിന്നും ടൈം ഔട്ട് മേടിച്ച് പോകണമെങ്കിൽ നമ്മുടെ എവിടെ ടൈം ഔട്ട് മേടിക്കാനുള്ള മെയിൻ കാരണങ്ങൾ ചീത്തവിളി,
അല്ലെങ്കിൽ മറ്റുള്ളവരെ മോശമായ രീതിയിൽ സംസാരിക്കുക, എന്നെയോ നിങ്ങളെയോ ഒക്കെ മോശമായി സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ അവിടുന്ന് ടൈം ഔട്ട് കിട്ടുകയുള്ളൂ. അപ്പം അതിനുശേഷം വന്നിട്ട് നമ്മൾ ഇതുവരെ ഇനി മുമ്പോട്ട് നമ്മുടെ ചാനലിൽ വന്ന് കുഴപ്പമില്ല എന്ന രീതിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. അതല്ല സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ടൈം ഔട്ട് മേടിക്കുന്നവരാണെങ്കിൽ ദയവിട്ട് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും വരണ്ട. കാരണം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരും നല്ല സ്നേഹത്തോടെ ഇരിക്കാനും ഐക്യത്തോടെ ഇരിക്കാനും മുമ്പോട്ടൊരു കാര്യം വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ കൂട്ടായ്മയിലുള്ള നമ്മുടെ ഒരു ഇക്കയുടെ ഉമ്മച്ചയ്ക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ ഒരു ബ്ലഡ് ആവശ്യം വന്നു. അപ്പോൾ ബ്ലഡ് ആവശ്യം വരുന്ന സമയത്ത് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടി ആയിക്കോട്ടെ നമ്മുടെ പേഴ്സണൽ കോൺടാക്റ്റുകളിൽ കൂടി ആയിക്കോട്ടെ നമ്മൾ ഒരുപാട് പേരോട് ആ കാര്യം നമ്മൾ ഇൻഫോം ചെയ്തു. അപ്പം എല്ലാവർക്കും ഇൻഡിവിജ്വലി ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കും എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് അപ്പം ഇങ്ങനെ പൊതുവായ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുക നമ്മളൊരു ചാരിറ്റി ആയിട്ടോ അങ്ങനത്തെ പർപ്പസ് ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കേട്ടോ. മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സിന്റെ ഒരു ഒഫീഷ്യൽ കൂട്ടായ്മ മീൻസ് ഫ്രണ്ട്ലി ആയിട്ടൊരു കൂട്ടായ്മ, നോൺ ഒഫീഷ്യൽ നിങ്ങൾക്ക് എങ്ങനെ വെള്ളം കൺസിഡർ ചെയ്യാം, അങ്ങനെ ഒരു കൂട്ടായ്മ എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും ഒരേപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് മാത്രമേ ഉദ്ദേശിക്കുള്ളൂ. എന്ന് വെച്ചാൽ ഇതൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഡൊണേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ മഞ്ഞുപോലൊരു ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വേദി എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ചാനലിന്റെ കാര്യം എടുത്തു പറയുന്നത് ചാനലിന്റെ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്. മറ്റുള്ള ചാനലുകളെ പറ്റിയുള്ള അനാവശ്യമായ ടോക്കുകളോ അവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ വന്ന് ഡിസ്കസ് ചെയ്യുകയോ മറ്റുള്ള ക്രിയേറ്റേഴ്സിനെ പറ്റി കുറ്റം പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഐഡിയകളെ പറ്റിയുള്ള കുറ്റം പറയുകയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഈ ഗ്രൂപ്പിൽ നമ്മൾ എന്റർടൈൻ ചെയ്യില്ല. കാരണം നമ്മുടെ ലൈവിൽ നമ്മളതൊന്നും എന്റർടൈൻ ചെയ്യാറില്ല. അപ്പോൾ അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമുക്കതൊന്നും എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴാണെങ്കിലും ഇതെന്താ മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സിന് അങ്ങനെ പ്രത്യേകതകൾ ഒന്നുമില്ല കേട്ടോ. ഇതൊരു കുഞ്ഞു ഫാമിലിയാണ്. മറ്റുള്ള ഫാമിലീസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു ഫാമിലിയാണ്. ഒരു കുഞ്ഞായിട്ട് പതിയെ ഒച്ചഴയുന്ന പോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് ഇത് മഞ്ഞുപോലൊരു ഫാമിലി എന്ന് പറയുന്നത്. പക്ഷേ ഒരു പറ്റം സ്നേഹമുള്ള ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്കൊക്കെ ഒന്നിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് പേര് കുറേ നാളായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു കാര്യം അറിയുമ്പോൾ നമ്മുടെ ഒത്തിരി പ്രിയപ്പെട്ട സ്ത്രീജനങ്ങളുണ്ട്, നമ്മുടെ ചേച്ചിമാരുണ്ട്, അനിയത്തിമാരുണ്ട്, ഒരുപാട് കൂടപ്പിറപ്പുകളുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളെ ആഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ വിഷമം വിചാരിക്കരുത്. നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ സ്ത്രീകളാണ്. നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ 100,000 കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു കൂടപ്പിറപ്പ് ആസ് എ സിസ്റ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് പല കാര്യങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ലേഡീസിനെ ഈ ഗ്രൂപ്പിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാത്തത്, വേറെ ഒന്നുമല്ല. പിന്നെ അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജെൻസിന് മാത്രമുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് അയക്കുമ്പോൾ ജെൻസ് മാത്രം ബോയ്സ് മാത്രം റിക്വസ്റ്റ് അയച്ചാൽ മതി. ആ ഗ്രൂപ്പിനകത്ത് ഞാനില്ല എന്നുള്ളത് വീണ്ടും ഞാൻ പറയുകയാണ്, ഞാൻ അതിനകത്തില്ല. ഓക്കെ, അപ്പോൾ പക്ഷെ നമുക്ക് നമ്മളെ വളരെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ എന്തായാലും നമുക്ക് എന്താ പറയുക വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ എല്ലാവരും വിശ്വസ്തരായിട്ടുള്ളവരാണ്. പക്ഷേ അഡ്മിൻസ് ആയിട്ട് വരുന്ന ആൾക്കാർ നമുക്ക് തുടക്കത്തിൽ എല്ലാവരെയും പിടിച്ച് അഡ്മിൻ ആക്കാനൊന്നും പറ്റില്ല. പോകെ ഗ്രൂപ്പ് വലുതാവുന്ന അനുസരിച്ച് അഡ്മിൻസിന്റെ എണ്ണവും കൂടും. തുടക്കത്തിൽ 1-2 അഡ്മിൻസ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. മുമ്പോട്ട് എല്ലാവരുടെയും പെരുമാറ്റ രീതികളും ഗ്രൂപ്പിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും പോക്കും ഒക്കെ നോക്കിയ ശേഷം നമുക്ക് മുമ്പോട്ട് അഡ്മിൻസിന്റെ ഒക്കെ എണ്ണം കൂട്ടും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എല്ലാ പൊതുവായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലും പറയുന്നത് പോലെ ഞാൻ ഇതിനകത്തും പറയാണ്. നിങ്ങൾക്ക് പേഴ്സണൽ ടോക്കുകൾ സംസാരങ്ങളൊക്കെ ആവാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അനാവശ്യമായ ഒരു ടോക്കുകളും നിങ്ങൾ ഈ ഗ്രൂപ്പിൽ പാടില്ല. ഇപ്പൊ ബോയ്സ് ഉള്ളി ആകുമ്പോൾ എന്നാ കളിയാ എന്നാ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസം വരുന്ന സമയത്ത് എന്നാ പരിപാടി വൈകിട്ട് എന്നാ പരിപാടി, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് വേറെ ഒരു രീതിയിലുള്ള എന്താ പറയുക നമുക്ക് ഡബിൾ മീനിങ് ഉള്ള ടോക്സോ കാര്യങ്ങളൊന്നും ഈ ഗ്രൂപ്പിൽ എന്റർടൈൻ ചെയ്യില്ല. പിന്നെ സ്പെഷ്യലി എടുത്തു പറയാണ്, മറ്റൊരു ക്രിയേറ്റേഴ്സിനെ പറ്റിയോ മറ്റൊരു ഐഡിയയെ പറ്റിയോ ഉള്ള ഒരു കുറ്റം പറച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇവിടെ എന്റർടൈൻ ചെയ്യില്ല. ബോയ്സ് ആണ്, നിങ്ങൾ ഒബ്വിയസ്ലി അതൊന്നും ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം ആൺകുട്ടികൾ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഇൻവോൾവ് ആവാത്ത ആൾക്കാരാണ്. ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് അടിപൊളിയായിട്ട് കമ്പനി ആയിട്ട് ഒരു വൈബിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവിൽ ബോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ പൊക്കോട്ടെ. പിന്നെ നിങ്ങൾ എന്താ പറയുക മറ്റുള്ള ചാനലുകളിലെ ലിങ്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഷെയർ ചെയ്യാൻ പാടില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗ്രൂപ്പിൽ വന്നു കഴിയുമ്പോൾ കൂടുതൽ എല്ലാവരും നമ്മൾ കൂട്ടായ്മയാവുകയാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂട്ടാവും. അപ്പം നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചാനലിന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് പേഴ്സണലി ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അത് ചെയ്യാം. പക്ഷേ നിങ്ങൾ പേഴ്സണലി ചെയ്യുക, ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യരുത്. കാരണം ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള 100,000 ചാനലുകളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ആവും. ലിങ്ക് ഷെയർ ചെയ്യാൻ തുടങ്ങും. പിന്നെ അതിനെപ്പറ്റിയുള്ള ടോക്സ് ആവും, അങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് ആവും. അതൊന്നും ഇവിടെ പറ്റില്ല. ഇത് മഞ്ഞുപോലൊരു ഫാമിലിയുടെ ഗ്രൂപ്പ് ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പൊതുവായിട്ട് അറിയിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ലൈവിന് ടൈം ചേഞ്ച് ചെയ്യുന്ന ലൈവ് ടൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ആവുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ് കേട്ടോ. അത് വേറെ ഒരു രീതിയിൽ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യോ മിസ്ഗൈഡ് ചെയ്യോ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മുത്തുമണികൾ മാത്രം ജോയിൻ ചെയ്താൽ മതി എന്ന് ഞാൻ തീർച്ചയായിട്ടും
പറയാണ് കേട്ടോ. അല്ലാണ്ട് ഇതൊരു നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഗ്രൂപ്പോ അങ്ങനെ ഒന്നും അല്ല. ഇഷ്ടമുള്ള ആളുകൾ മാത്രം ജോയിൻ ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ വീണ്ടും പറയുകയാണേ. പിന്നെ നമുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സാപ്പ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്കത് വായിച്ച് നോക്കിയിട്ട് കയറാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, അല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മയാണ്, അതിനപ്പുറത്തേക്ക് അതൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. മിക്സഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗേൾസ് ഓൺലി ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, നിലവിലത്തെ കണ്ടീഷനിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. കാരണം ഗേൾസ് ഓൺലി ഗ്രൂപ്പ് ഒക്കെ എടുക്കുമ്പോൾ ഞാനും അതിനകത്ത് ഇൻവോൾവ് ആവും, ഞാനും അത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. പിന്നെ മുമ്പോട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ നടക്കേണ്ടതായിട്ട് വരും. അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പറ്റാത്ത സിറ്റുവേഷനാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബോയ്സ് ഓൺലി ഗ്രൂപ്പ് മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഗേൾസും ഉണ്ട്, അല്ലെങ്കിൽ കുറേ പേരുടെ കയ്യിൽ എൻ്റെ നമ്പർ ഇല്ലാത്തതുണ്ട്. അപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനില്ല. പക്ഷേ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജീന ഒരു തവണ ചാനലിൻ്റെ നമ്പർ എടുത്തു ഷെയർ ചെയ്തു, പക്ഷെ അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം എൻ്റെ പേഴ്സണൽ നമ്പർ മീൻസ് നമ്മുടെ ചാനലിൻ്റെ നമ്പർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ വീണ്ടും പറയാണ്, മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടോക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചാറ്റും എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കരുത്. സ്പോട്ടിൽ ഞാൻ ടൈം ഔട്ട് എന്ന് സ്പോട്ടിൽ ബ്ലോക്ക് ചെയ്ത് കളയത്തേ ഉള്ളൂ. നമുക്ക് പേഴ്സണലി നിങ്ങൾക്ക് അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യണോ, എന്തെങ്കിലും നിങ്ങളുടെ വിഷമങ്ങളോ സന്തോഷങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പങ്കുവയ്ക്കാൻ, അല്ലെങ്കിൽ പബ്ലിക്കലി വന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ലൈവിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ലൈവിലുള്ള ആരുടെയെങ്കിലും സൈഡിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പേഴ്സണലി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് ഷെയർ ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അത് നമ്മുടെ രാത്രിക്കത്തെ ഇന്നത്തെ ലൈവിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ അതായത് വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. ബോയ്സിന് മഞ്ഞുപോലൊരു ഫാമിലിയുടെ ചാനലിൽ ആക്റ്റീവായിട്ട് മുന്നോട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമായിട്ട് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ നമ്പർ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇന്നത്തെ ലൈവിൽ, ഇന്ന് 10 മണിക്കാണ് ലൈവ്, ആ ലൈവിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ ലൈവിൽ വരുന്നവർക്ക് അത് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മുമ്പോട്ടുള്ള ഈ 2025 എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സന്തോഷം നടന്നതായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. എന്നെ ഇതുവരെ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാനൊരു നോർമൽ ഗേളാണ്, ഒരു വീട്ടമ്മയാണ്. എല്ലാവരുടെ അടുത്ത് മാക്സിമം ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ വരുന്ന ആളാണെങ്കിലും പൊന്ന എന്ന് വിളിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരാളാണ്. ആ സ്നേഹം മനസ്സിലാക്കുന്ന ആൾക്കാർ അന്നും ഇന്നും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഇനി മനസ്സിലാവാത്ത 1% ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരോടും എനിക്ക് ദേഷ്യമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ്, 2024 എന്തൊക്കെ നടന്നു പോയാലും അത് കഴിഞ്ഞു പോട്ടെ. 2025 എന്ന് പറയുന്നത് നമുക്ക് സ്നേഹം നിറഞ്ഞതാവട്ടെ, ഐക്യം നിറഞ്ഞതാവട്ടെ, കൂട്ടായ്മ നിറഞ്ഞതാവട്ടെ. എല്ലാ ക്രിയേറ്റീവ്സും എല്ലാ ഐഡിയസും തമ്മിൽ നല്ലൊരു ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മുടെ മഞ്ഞുപോലൊരു ഫാമിലി കുഞ്ഞു ഫാമിലിയാണ്. അത് മുന്നോട്ടേക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് വിനയത്തോടെ, ഒരുപാട് താഴ്മയോടെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഓപ്പണായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ലൈവിലാണെങ്കിലും പങ്കുവയ്ക്കാം. പക്ഷേ പങ്കുവയ്ക്കുമ്പോൾ ലൈവിലായിക്കോട്ടെ, ഗ്രൂപ്പിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ ചാനലിനോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾക്കോ വേദന ഉണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരാൾ വന്ന് നമ്മൾ തല്ലുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇടിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഞുള്ളി പറിക്കുന്നു, അപ്പോൾ നമുക്കൊരു വേദന നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മെൻ്റൽ ഹരാസ്മെൻറ്റ് അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്യാൻ ശ്രമിക്കുക, മാനസികമായി വേദനിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അത് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും വേദന ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാണ്ടിരിക്കുക. ഗൈസ്, നമ്മളൊക്കെ എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾക്ക് എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് അറിയില്ല. ഉള്ള അത്രയും കാലങ്ങൾ നമ്മളൊക്കെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോവുക. നാളൊരിക്കലും എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഓടി വന്നിട്ട് മഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എൻ്റെ ഒന്ന് കൈ പിടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ എല്ലാവരും തമ്മിലൊരു ആത്മാർത്ഥതയും സ്നേഹവും കൂട്ടായ്മയും ഒക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ ചേട്ടന്മാരും, എല്ലാ ചേച്ചിമാരും, എല്ലാ അനിയന്മാരും, എല്ലാ അനിയത്തിമാരും, എല്ലാ കൂടപ്പിറപ്പുകളും, എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സും, മഞ്ഞുപോലൊരു ഫാമിലിയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, ഇനി മുന്നോട്ട് വരാൻ പോകുന്ന എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ, ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനി എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് മുമ്പോട്ടുള്ള വീഡിയോസിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് മുമ്പ് പ്രോമിസ് ചെയ്ത നമ്മുടെ Q&Aയുടെ സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ട് മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ വരും. 2024 കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഷോർട്സ് ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്രിസ്മസ്, അതുപോലെ നമ്മുടെ കോട്ടയത്ത് ഉണ്ടായിരുന്ന കാർണിവൽ അല്ല, മറൈൻ ഫെസ്റ്റ് പോലത്തെ സംഭവം, അതൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് ഇനി വരാനുണ്ട്. അതുപോലെ നമ്മൾ കണ്ണൂർ പോയിന്റ് സെക്കൻഡ് പാർട്ട് വീഡിയോ വരാനുണ്ട്. ഇപ്പോഴും നമ്മുടെ ഒറ്റയാനൊക്കെ അന്വേഷിക്കുന്നതാണ്, അതിൻ്റെ
സെക്കൻഡ് പാർട്ട് വീഡിയോ വരാനുണ്ട്. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ പാല ഹോം ടൗണിനെ പറ്റിയുള്ള വീഡിയോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതുണ്ട്. എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ പോയ ന്യൂ ഇയറിന്റെ നൈറ്റിലെ കൊച്ചിൻ കാർണിവൽ എല്ലാം നമ്മുടെ കയ്യിൽ സെറ്റാണ്. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം വേണം. നിങ്ങൾക്ക് അറിയാലോ, അത് മുമ്പോട്ട് 2025 വരും ദിവസങ്ങളിൽ ആ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കാൻ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയ ചാനലാണ് പ്രിയപ്പെട്ടവരെ. അപ്പം എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവിലൊന്നും വന്ന് സഹകരിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ലൈവിൽ വരുന്നവർ ഒബ്വിയസ്ലി സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം. വരുവാണെങ്കിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും മാത്രമാണുള്ളത്. പക്ഷേ എല്ലാ ദിവസവും ലൈവിൽ വരാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യം നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മഞ്ഞുവിനെ ഇഷ്ടമാണെങ്കിൽ, ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ മാത്രം മതി കേട്ടോ. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുക, ഷോർട്സ് കാണുക, വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. 2 ദിവസം കൂടിയിട്ടാണെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് എല്ലാ നിങ്ങളുടെ കമൻസിനും ഞാൻ റിപ്ലൈ തരും. കാരണം നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരാൾ തന്നെ ഇരുന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് സമയപരിമിതി കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഉള്ള ടൈം കൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്ത് തീർക്കുന്നത്. കുഞ്ഞുമാവയുണ്ട്, നമുക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹവും സന്തോഷവും കടപ്പാടും മാത്രമേ ഉള്ളൂ. ഈ 2024 എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നിധിയാണ് മഞ്ഞുപോലൊരു ഫാമിലിയിലെ എല്ലാ നല്ല കൂടപ്പിറപ്പുകളും എന്ന് ഞാൻ എടുത്തു പറയാണ്. ഒരാളുടെ മാത്രമായിട്ട് പേര് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം ആരൊക്കെയാണ് അന്നും ഇന്നും നമ്മുടെ കൂടെയുള്ള ആൾക്കാരെന്ന്. ഇനി മുന്നോട്ടേക്ക് വരുന്ന ഓരോ ആൾക്കാരും നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു ഫാമിലിയെ നിങ്ങൾ ഇതുവരെ കൈനീട്ടി സ്വീകരിച്ചതുപോലെ തന്നെ മുമ്പോട്ടും സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വൺസ് അഗെയിൻ ഞാൻ എല്ലാവരോടും പറയാണ്, എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ, ഐക്യത്തോടെ, സന്തോഷത്തോടെ, കൂട്ടായ്മയോടെ മുന്നോട്ട് പോവുക. പല ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ പല സെറ്റുകളോ അല്ലെങ്കിൽ ചെയ്തി തിരിഞ്ഞുള്ള പരിപാടികളോ ഒന്നും നമുക്കത് വേണ്ട. നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഗ്രൂപ്പിൽ പിന്നെ ഇത് മാത്രം ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് എന്നൊന്നും ചിന്തിക്കേണ്ട. ഒബ്വിയസ്ലി ഞാൻ കാര്യങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കൊന്നും ഒന്നിച്ചിരിക്കാനുള്ള ഒരു വേദി, അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ മഞ്ഞുപോലൊരു ഫാമിലിയിൽ ഏത് രാത്രി ആയാലും ഒരു 1 മണി വരെ നിങ്ങളൊക്കെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ 3 മണി വരെ ഇരുന്നാലും നിങ്ങൾ കുറേ പേര് വരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനൊരു സന്തോഷം അല്ലേ. ഞാൻ നാട്ടിൽ പോയി കുറച്ച് ദിവസങ്ങൾ ലൈവ് ഇല്ലാഞ്ഞപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ജീന നമുക്ക് എല്ലാവർക്കും രാത്രി കൂടാൻ പറ്റിയൊരു അവസരം വരുന്നത്, നീ ഇല്ലാത്തത് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് സത്യമായിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ലൈവ് നിങ്ങൾ എങ്ങനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെയും സ്വീകരിക്കുക. കൂടെയുള്ളവരൊക്കെ കൈവിട്ട് പോകാതെ എപ്പോഴും കൂടെ ഉണ്ടാവുക. മുമ്പോട്ട് വരുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം, സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി പറയാനുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം 2025 എല്ലാവർക്കും നന്മ നിറഞ്ഞതാവട്ടെ. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും, എല്ലാ പ്രതീക്ഷകളും, എല്ലാ കാത്തിരിപ്പുകളും ഈ ഒരു വർഷം പൂവണിയട്ടെ. നമ്മൾ അമിതമായി പ്രതീക്ഷിക്കാതിരിക്കുക സുഹൃത്തുക്കളെ. ആരിൽ നിന്നും അല്ലെങ്കിൽ ഒന്നിൽ നിന്നും അമിതമായി പ്രതീക്ഷിക്കാതിരിക്കുക. ഒത്തിരി എക്സ്പെക്ടേഷൻ ഹേർട്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ടതായിട്ട് വരും. അപ്പം നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എത്തിസ്റ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു വിശ്വാസത്തിൽ ഒന്നും നിങ്ങൾ മുന്നോട്ട് പോവുക. ഞാനിപ്പോഴും ചിന്തിക്കുന്ന കാര്യം താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മുടെ ഒരു മാക്സിമം എഫോർട്ട് നമ്മൾ ഇടുന്നുണ്ട്, ബാക്കി ദൈവം കനിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക, നല്ലത് മാത്രം ചെയ്യുക, ചിരിച്ചുകൊണ്ടിരിക്കുക. എത്ര വിഷമമുണ്ടെങ്കിലും, നമ്മുടെ ഉള്ളിൽ എത്ര കരയുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് അവർക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പുഞ്ചിരിയാണ്, നല്ല വാക്കുകളാണ്. അത് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞു പോയത് എന്താണെങ്കിലും അത് കഴിഞ്ഞു പോകട്ടെ. തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള ആരുമില്ല. എന്തൊക്കെ തെറ്റുകൾ ചെയ്താൽ ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഇല്ലാത്ത ആരുമില്ല കേട്ടോ. അപ്പം ആരും അങ്ങനെ എന്താ പറയുക, മലഹ കുഞ്ഞുങ്ങളൊന്നും അല്ല. മലഹ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളിങ്ങനെ ചിറകളൊക്കെ ഉണ്ടായിട്ട് പറന്നു പോയേനെ അല്ലേ. നമ്മൾ സാധാ മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. പരസ്പരം കുറ്റപ്പെടുത്തിയോ കളിയാക്കിയോ വഴക്കുണ്ടാക്കിയോ ഒക്കെ മുന്നോട്ട് പോവാതെ സ്നേഹത്തോടെ ഐക്യത്തോടെ നമുക്ക് 2025 മുന്നോട്ട് പോകാം. ഒരുപാട് സ്നേഹം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞാൻ ബൈ പറയാണ്. ടാറ്റാ, നിങ്ങളുടെ സ്വന്തം മഞ്ഞു.